നിങ്ങളുടെ ഡോഗിനെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ കൂടെ നടത്തുന്നതെന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോസിൽ ചില കമന്റ്സ് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഡോഗിനെ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നടത്തുക. ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ രസം വന്നേ, അതായത് ഈ സൈഡിൽ നടത്തുക, ഇങ്ങോട്ട് തിരിക്കില്ല, ഈ സൈഡിൽ കൂടെ നടത്തണം. ഓക്കെ, റൈറ്റ് സൈഡിൽ നടത്തരുത്. റൈറ്റ് സൈഡിൽ നടത്തുന്നത് റൂളല്ല. നമ്മൾ വേറെ യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്ത് നോക്കിക്കൊള്ളുക. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ട്രെയിനേഴ്സിനെയും ഫോളോ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇപ്പൊ ഫോറിൻ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിലുള്ള ഡോഗ് ഷോസ് റെഫർ ചെയ്ത് നോക്കിക്കൊള്ളുക. അങ്ങനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഡോഗിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ വേണേലും നടത്താം, റൈറ്റിൽ വേണേലും നടത്താം. അത് ആളുടെ കംഫർട്ടാണ്, നടത്തുന്ന ആളുടെ കംഫർട്ടാണ്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ വലിയ ലോജിക്കൊന്നും ഇല്ല. ലോജിക്ക് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഡോഗിനെ നടത്താൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സമയത്തെന്ന് പറയുന്നത് ഒരു മെജോറിറ്റി ആൾക്കാർ വലത് കൈയിലാണ് അവരുടെ ആയുധങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നത്. ഡോഗിനെ ഹണ്ടിങ്ങിനും അതുപോലെ ഓരോ പർപ്പസിനാണല്ലോ ആ ഒരു സ്റ്റാർട്ടിങ് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആയുധങ്ങളൊക്കെ വലത് കൈ വയ്ക്കുമ്പോൾ ഡോഗിന് ഏത് കയ്യിലാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് കയ്യിൽ ഹോൾഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ട്രെയിനിങ് എല്ലാം സ്റ്റാർട്ട് ആയേക്കുന്നത്, അതേപോലെ തന്നെ ഡോഗ് ഷോസ് എല്ലാം സ്റ്റാർട്ട് ആയേക്കുന്നത് ഏത് രാജ്യങ്ങളിലാണ്? വിദേശ രാജ്യങ്ങളിൽ. നമ്മളതിനെ കോപ്പി ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഡോഗ് ഷോസും ഒക്കെ വന്നിട്ട്. അതേപോലെ ട്രെയിനേഴ്സും ഫോളോ ചെയ്തിരുന്ന ആരെയാണ്? ഫോറിൻ കൺട്രീസിലുള്ളവരെ തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഒരുക്കുള്ള ഒരു കാര്യം നോക്കുക. നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ നടക്കുന്നത്. റൈറ്റ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഡോഗ് നമ്മുടെ റൈറ്റിലായിരിക്കും, നമ്മൾ നടുക്കായിരിക്കും. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഈ സൈഡിൽ കൂടെ അങ്ങ് പോകും. അപ്പം ഡോഗിനെ കൂടുതൽ സേഫ് ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഏത് സൈഡാണ്? റൈറ്റ് സൈഡ്. അത്രേ ഉള്ളൂ. അല്ല ഇതിനകത്ത് സൈക്കോളജിക്കൽ റീസണോ ഫിസിക്കൽ റീസണോ ഒന്നുമില്ല. ഇതിനകത്ത് റിസർച്ചുകൾ നടന്നിട്ടില്ല. പണ്ട് ചില അമ്മൂമ്മമാരൊക്കെ നമ്മുടെ അടുത്ത് പറയത്തില്ലേ, വൈകിട്ട് വിസിലടിച്ചാൽ പാമ്പ് വരും, വൈകിട്ട് നഖം വെട്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ പറയും. അത് അടുത്ത ജനറേഷൻ കേട്ടു, അതിന്റെ അടുത്ത ജനറേഷൻ കേട്ടു. ആരും അമ്മൂമ്മ എടുത്ത് ചോദിച്ചിട്ടില്ല അമ്മൂമ്മ സത്യമാണോ എന്നുള്ളത്. പണ്ടൊക്കെ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ടും കത്തി വെച്ചിട്ടും ഒക്കെ ആയിരുന്നു നഖം വെട്ടുന്നത്. വിസിലടിക്കാൻ തോന്നുന്നത് വൈകിട്ടാണെങ്കിൽ വൈകിട്ടടിക്കും, രാവിലെ ആണെങ്കിൽ രാവിലെ അടിക്കും. അതേപോലെ നഖം വെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് ചിലപ്പം വൈകിട്ട് വെട്ടും, ചിലപ്പം രാവിലെ വെട്ടും. ഇതിനകത്ത് സയന്റിഫിക് ആയിട്ടുള്ള റീസണുകളൊന്നും ഇല്ല. ഡോഗിനെ നമുക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ പിടിക്കാം, അത് കാര്യമൊന്നുമില്ല ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും. പക്ഷെ ഈ ലെഫ്റ്റും റൈറ്റും ഉള്ള വേറൊരു പൊസിഷൻ ഉണ്ട് കേട്ടോ. അതായത് ഡോഗ് ഒരിക്കലും നമ്മുടെ ഫ്രണ്ടിലായിരിക്കരുത്. ഡോഗ് നമ്മുടെ ബാക്കിലോ, അതായത് ഇത്രയും ബാക്കിലോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നടക്കാം. ഇപ്പൊ നടന്നു പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവര് ഡയറക്ഷൻ ഇപ്പൊ അങ്ങോട്ടൊക്കെ മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നമ്മുടെ അടുത്ത് നിർത്തിയിട്ട് നടക്കാം. ഇവളിപ്പം ഇയാളെ ഇതിൽ ലീഷ് ഇട്ടപ്പോഴത്തേന് കാറിൽ കയറുക, എവിടെയെങ്കിലും പോവുക എന്നുള്ള ചിന്തയിലാണ് അങ്ങോട്ടും നോക്കിയിട്ടിരിക്കുന്നതാണോ. അപ്പൊ നമുക്ക് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി, നമ്മുടെ കൂടെ വരും. ഇയാൾ നമ്മളിപ്പോൾ അധികം ലീഷ് വാക്കിങ് ചെയ്യിക്കാറില്ല. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് കുറയുന്നോ അത്രത്തോളം ഇവരിത് വളർന്നു വരും നടക്കുന്ന രീതി. അപ്പൊ തുടക്കത്തിൽ ഇറക്കിയിട്ട് കുറച്ചു നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്യിച്ചതിന് ശേഷം നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ യഥാർത്ഥത്തിൽ. നമുക്ക് ഏത് സൈഡിലും നടത്താം. പക്ഷെ ഡോഗ് ഷോസ് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, ലെഫ്റ്റിലാണ് ഹോൾഡ് ചെയ്യുന്നത്. കാരണം അത് ഡോഗ് ഷോയിൽ റൂളായിട്ട് വെച്ചേക്കുന്നു. ആ റൂളിന് ഇന്ന റീസൺ കൊണ്ടിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു എണ്ണത്തിനകത്തും പറഞ്ഞിട്ടില്ല. ഡോഗിന് ഏത് സൈഡിൽ ഹോൾഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അതിനകത്തെല്ലാം പറയുന്ന റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ പൊസിഷൻ ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കൈയാണോ വാക്ക് അതനുസരിച്ചിട്ട് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് ഹോൾഡ് ചെയ്യുക. എന്റെ പല റെഫറൻസും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട്, കുറച്ചൊക്കെ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. നമ്മളിപ്പോ പഠിച്ചത് എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും. അത് കുറെ പേര് കമ്പൈൻ ചെയ്തിരുന്ന് ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ പുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വീഡിയോസിൽ നിന്നോ ഇന്റർനെറ്റിൽ നിന്നോ ഒക്കെ കിട്ടുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ച് അതിനകത്ത് ചിന്തിച്ച് നോക്കിയിട്ട് ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ചോദിക്കുക. അതിനുള്ള ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ രണ്ട് ഡോഗിനെ നടത്തി നോക്കി, രണ്ട് സൈഡിലും ഡോഗിനെ നടത്തി നോക്കി, ലെഫ്റ്റിലും നടത്തി നോക്കി, റൈറ്റിലും നടത്തി നോക്കി. എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് റൈറ്റിലാണ്. ഞാൻ അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു. നമ്മളിപ്പോൾ റോഡിൽ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് വാഹനങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി നടക്കാൻ ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ. ഇനി ഇതല്ല, നിങ്ങൾ ഡോഗ് ഷോസിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഡോഗിനെ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റിൽ തന്നെ നടത്തി ശീലിപ്പിക്കുക. കാരണം എന്താണ്, അവിടുത്തെ റൂൾ അതാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് റൂള് മാറ്റുക എന്ന് പറയുന്നത് നടക്കത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ട് പോവുക. അല്ല, നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യത്തിന് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് നടത്തുവാണ്, വൈകിട്ട് രാവിലെയൊക്കെ നടത്താൻ കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ നടത്തുക. നമ്മുടെ ഒരു ഡ്രൈവിങ്ങിന്റെ ഒക്കെ രീതിയൊക്കെ വെച്ചിട്ട് അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് വലത് കൈക്ക് എന്തെങ്കിലും സ്വാധീനക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ പിടിക്കുക. അതിനകത്തൊന്നുമില്ല. ഇനി ചില ഡോഗിനെ ട്രെയിൻ ചെയ്യാറുണ്ട്, അതായത് കണ്ണ് കാണാൻ വയ്യാത്തവരെയൊക്കെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകാനുള്ളത്. അങ്ങനെയുള്ള ഡോഗിന് നമുക്ക് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡില് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വാഹനങ്ങളിൽ നിന്ന് ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആളിനെ ഒഴിച്ച് ഡോഗ് കൊണ്ടുപോയിക്കോളൂ. അത് ആഫ്റ്റർ ട്രെയിനിങ്ങിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ പർപ്പസ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അന്ധമായിട്ട് തന്നെ വിശ്വസിക്കാതിരിക്കുക. ഡോഗിന്റെ ലീഷ് പുള്ളിങ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഐറ്റം എന്ന് പറയുന്നത് സ്ലിപ്പ് ലീഷ് ആണ്. ഇത് ഏത് ഏജിലുള്ള ഏത് സൈസിലുള്ള ഡോഗ് ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക.
ആദ്യമായിട്ട് ഇത് ഇട്ട് കൊടുക്കുന്ന രീതി നോക്കുക. ഇട്ട് കൊടുക്കുന്നത് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ലോക്ക് ചെയ്യുന്ന സൈഡ് ഇങ്ങനെ വേണം. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എവിടെ ടൈറ്റ് ചെയ്യണമെന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബാക്ക് സൈഡിൽ കൊണ്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗിന് പുള്ള് ചെയ്യാൻ പറ്റും. നടുക്കാണെന്നുണ്ടെങ്കിൽ ഡോഗിന് ശ്വാസം മുട്ടും. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ചെവിയോട് ചേർത്ത് ഇവിടെ ഇടുക, പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലീഷ് പിടിക്കുന്നത് ബാറ്റസായിറങ്ങി ഇത്രയും സ്പേസ് കൊടുത്താൽ മതിയാവും. അതിനുശേഷം പതുക്കെ നടന്നു തുടങ്ങുക. എപ്പോഴെങ്കിലും ഡോഗ് പുള്ള് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നടക്കുക. 180 ഡിഗ്രി നമ്മളിങ്ങനെ തിരിയണം. വീണ്ടും നടന്നു തുടങ്ങുമ്പോൾ പുള്ള് ചെയ്യുകയാണെന്നുണ്ടോ തിരിച്ച് നടക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനകത്ത് ഡോഗ് നമ്മുടെ ഒരു കൺട്രോളിലോട്ട് വരും. ഏകദേശം ഒരാഴ്ച ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ട്രെയിൻഡ് ആവുകയും ചെയ്യും. ഒരു 75% ഡോഗ് ട്രെയിൻഡ് ആകാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എന്തായാലും ചെയ്തു നോക്കുക.